ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂര്യന് കീഴിൽ സാത്താൻ്റെ ഏറ്റവും വലിയ അധികാരമാണ് മരണം. സൂര്യൻ്റെ കീഴിൽ സാത്താൻ്റെ ഏറ്റവും വലിയ അധികാരമാണ് മരണം. ഒരു വാക്യം വായിക്കാം. ഹെബ്രായ ലേഖനം 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെക്കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അടുത്ത വാക്യം കൂടെ വരിക. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മക്കൾ മാംസരക്തങ്ങളോട് കൂടിയവരാകയാൽ അദ്ദേഹവും മാംസരക്തമുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരുവൻ മരണഭയം അവൻ്റെ മേൽ കാണില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു വണ്ടി ആക്സിഡൻറ്റോ ഒരു മരമൊടിഞ്ഞ് വീഴുകയോ ഒക്കെ ചെയ്യുമ്പോൾ പേടിക്കുകയില്ലെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ മരണം അവനെ ഭയപ്പെടുത്തുകയില്ല. കാരണം അവനെ സംബന്ധിച്ച് മരണമെന്ന് പറയുന്ന ഒരു ഡ്രസ്സ് മാറുന്ന പോലെ മാത്രമേ ഉള്ളൂ. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന ശരീരം താഴെ വെച്ചിട്ട് ഒറിജിനലായവൻ അവൻ്റെ യാത്ര തുടരുക. ഭൂമിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചന വ്യവസ്ഥയ്ക്ക് ജീവിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവൻ അവൻ്റെ ശരീരം താഴെ ആ കാലചക്രം പൂർത്തിയാകുമ്പോൾ താഴെ വെച്ചിട്ട് അവൻ്റെ ദൈവം ഒരുക്കിയേക്കുന്ന സ്ഥലത്തേക്ക് പോകും. അബ്രഹാമിൻ്റെ മടി എന്നൊക്കെ പറയുന്ന വിശുദ്ധന്മാർ വസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവൻ പോകും. അതുകൊണ്ട് അങ്ങനെ പോകാൻ തക്കവണ്ണം ഒരു വെളിപ്പാട് അവന് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ? മരണത്തിൻ്റെ അധികാരി ആരാ? പിശാചെന്നാണ് എഴുതിയേക്കുന്നത്. മരണത്തിൻ്റെ അധികാരി ഹെബ്രായ ലേഖനത്തിൽ 2:14 പറയുന്നത്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. അതായത് ആദാം മുതൽ ക്രിസ്തു വരെയുള്ളവർ മരിച്ചു കഴിഞ്ഞിട്ട് പാതാളത്തിലോട്ട് പോയി, ഒരു മാറ്റവും വേണ്ട. പക്ഷേ ക്രിസ്തു തിരിച്ചു വന്നു. ബാക്കി ആർക്കും തിരിച്ചു വരാൻ പറ്റിയില്ല. പക്ഷേ ക്രിസ്തു അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഒരു സംഘം വിശുദ്ധന്മാരും കൂടെ തിരിച്ചു പോന്നു. ഉൽപ്പത്തി പുസ്തകം, കാരണം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം 2:17 വായിച്ചേ. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം. ദൈവം പറഞ്ഞതാണ്. ദൈവം പറഞ്ഞുകൊണ്ട് തിന്നപ്പോൾ തന്നെ മരിച്ചു. പക്ഷേ ശരീരത്തിൽ 900-ലധികം വർഷം ജീവിക്കുകയും ചെയ്തു. ആദത്തിൻ്റെ ആയുസ് 920 വർഷമായിരുന്നു എന്ന് പറയുന്നു. ഉൽപ്പത്തി 5:5 അത് വായിക്കുന്നത്. ഇത്ര വർഷം ജീവിച്ചു. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആദാം പഴം തിന്ന ദിവസം തന്നെ അവനിലുള്ള ജീവാത്മാവ് മരിച്ചു. ദൈവമായിട്ടുള്ള ബന്ധം കട്ടായിപ്പോയി. ഉദാഹരണം പറയാം. മത്തായി 8:22 എടുത്തേ. യേശു അവനോട്, നീ എൻ്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് വളരെ മനോഹരമായ ഭാഷയിൽ എഴുതിയേക്കുന്നതാണ്. എന്നാൽ ഇത് വളരെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഇച്ചിരൂടെ ഇതായിട്ട് പറയാം. ചത്തവൻ ചത്തവനെ അടക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. ചത്തവൻ ചത്തവനെ അടക്കട്ടെ. ഇതെങ്ങനെ ഒക്കും? ചത്ത് കിടക്കുന്നവനെ എങ്ങനെയാണ് ചത്തവൻ കൊണ്ടേ അടക്കുന്നേ? പറഞ്ഞത് ദൈവമായതുകൊണ്ട്, യേശു ആയതുകൊണ്ട് ഇത് കറക്റ്റുവാ. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം ഫലം തിന്ന നാളിൽ ആത്മാവ് മരിച്ചു, പക്ഷേ ജീവനുണ്ട്. ആത്മാവ് മരിച്ചിട്ട് ജീവനുള്ളവനെ ദൈവം വിളിക്കുന്നത് മരിച്ചവനെന്നാണ്. ആത്മാവ് മരിച്ചിട്ട് ശരീരത്തിന് ജീവനുള്ളവനെ ദൈവം വിളിക്കുന്നത് മരിച്ചവനെന്നാണ്. ഈ ആത്മാവ് മരിച്ചിട്ട് ശരീരത്തിന് ജീവനുള്ളവൻ്റെ ജീവനാ പാതാളത്തിലേക്ക് പോയത്. ആത്മാവ് മരിച്ചിട്ട് ശരീരത്തിൻ്റെ ജീവനുള്ളവനാ പാതാളത്തിലേക്ക് പോയത്. യേശു പറഞ്ഞത് എന്താ? ആത്മാവിൽ മരിച്ചവർ, ആത്മാവിൽ മരിച്ചിട്ട് ശരീരത്തിലും കൂടെ മരിച്ചവനെ അടക്കട്ടെ. ഒന്നുകൂടെ പറയാം. ആത്മാവിൽ മരിച്ചവൻ ആത്മാവിൽ മരിച്ചിട്ട് ശരീരത്തിലൂടെ മരിച്ചവനെ അടക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത്, ആത്മാവിൽ മരിച്ച് ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നവൻ ആത്മാവിൽ മരിച്ച് ശരീരത്തിൽ മരിച്ചവനെ അടക്കട്ടെ എന്നും കൂടിയാണ് പറഞ്ഞേക്കുന്നത്. ആത്മാവിൽ മരിച്ച് ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നവൻ ആത്മാവിൽ മരിച്ച് ശരീരത്തിൽ മരിച്ചവനെ അടക്കട്ടെ.
കോംപ്ലിക്കേഷൻ ആയോ? അതായത് ശരീരത്തിന് ജീവനുണ്ട്, പക്ഷേ ആത്മാവ് മരിച്ചു കിടക്കുക. ആ ശരീരം കൂടെ പോയപ്പോൾ ആ വ്യക്തി മരിച്ചു. അവനെ അങ്ങനെയുള്ളവർ അടക്കട്ടെന്നായി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും യഥാർത്ഥത്തിൽ മരിച്ചവരാണെന്നാണ് ബൈബിൾ പറയുന്നത്. രണ്ടുപേരും യഥാർത്ഥത്തിൽ മരിച്ചവരാ. അതുകൊണ്ട് റോമാലേഖനം വായിച്ച് 8:1-2. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതായത് ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതായത് യേശു ക്രിസ്തുവിലുള്ളവനാണെങ്കിൽ അവൻ്റെ ആത്മാവ് ജീവാത്മാവായിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ശരീരം മരിച്ചാലും ഈ ജീവാത്മാവ് പാതാള ജയിലുകളിലേക്ക് പോകുന്നില്ല. എന്നിട്ട് എഴുതിയേക്കുക, ക്രിസ്തുയേശുവിലുള്ള ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, അതൊരു വേറൊരു പ്രമാണമാണ്, എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആദമിൽ നിന്നും ഹൗവയിൽ നിന്നും ജനിച്ചവരിൽ എല്ലാവരിലും പിന്തുടരുന്നത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമാണ്. ആ പ്രമാണം വീണ്ടും ജനിച്ചവന് ആ പ്രമാണം മാറി ക്രിസ്തുയേശുവിലുള്ള ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാകും. അപ്പോൾ ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, 2 തരം പ്രമാണങ്ങൾ, 2 തരം എഗ്രിമെൻറ്റുകൾ. പ്രമാണം എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് എന്നാണ്. നമ്മൾ വസ്തുവിൻ്റെയൊക്കെ പ്രമാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആധാരം, അത് വിലയുള്ള പേപ്പറിൽ എഴുതി തന്നിരിക്കുന്ന മുദ്ര. അതായത് ആദമിൽ നിന്നും ഹൗവയിൽ നിന്നും ജനിച്ച ഭൂമിയിലെ ഏത് മനുഷ്യനും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൻ്റെ കീഴിലാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൻ്റെ കീഴിലാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചന വ്യവസ്ഥയ്ക്ക് ജീവിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന പ്രമാണത്തിൻ്റെ കീഴിലാണ്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകുന്നില്ല. എങ്ങോട്ട്? പാതാളത്തിലേക്ക് പോകുന്നില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നതാണ് ഒരു പ്രമാണം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം എന്നതാണ് രണ്ടാമത്തെ പ്രമാണം. അപ്പോൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണപ്രകാരം ജീവിച്ചിരുന്ന ആത്മമനുഷ്യൻ മരിച്ച ജീവൻ പാതാളത്തിൽ സാത്താൻ്റെ തടവറയിലായവൻ, അങ്ങനെ ആകുന്നവർ, അവരെ ബൈബിൾ വിളിക്കുന്ന ചത്തവർന്ന. അങ്ങനെ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനോട് അവൻ്റെ ശരീരത്തിൻ്റെ ജീവനോടെ പോയി കഴിഞ്ഞാൽ ആ ചത്തവനെ ഈ ശരീരത്തിൽ ജീവിക്കുന്ന ചത്തവൻ കൊണ്ടേ അടക്കട്ടെ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ വചനവുമായി അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ട് ഈ ആദത്തിനെയും ഹൗവയും ഭൂമിയിൽ സൃഷ്ടിക്കുന്ന സമയത്ത് അവർക്ക് ഉള്ളിലേക്ക് ദൈവം മണ്ണുകൊണ്ടൊരു പ്രതിമയുണ്ടാക്കി അല്ലെങ്കിൽ മണ്ണുകൊണ്ടൊരു രൂപമുണ്ടാക്കി അതിലേക്ക് ഊതിക്കയറ്റിയപ്പോൾ അവൻ ജീവാത്മാവായി മാറി. ഈ ജീവാത്മാവായ ആദി പിതാവായ ആദത്തിനെയും ഹൗവയെയും ദൈവം കിഴക്കൊരു തോട്ടമുണ്ടാക്കി അവിടെയാക്കി. അവിടുത്തെ കൃഷിയൊക്കെ ദൈവമാണ് ചെയ്തത്. എന്നിട്ട് എല്ലാം നട്ടുണ്ടാക്കിയിട്ട് ദൈവം പറഞ്ഞു, തോട്ടം പരിപാലിക്കണം, അവിടെ ജോലിയും ചെയ്യണം, ഇഷ്ടം പോലെ ഭക്ഷിക്കുകയും ചെയ്യാം. ലോകത്തിലുള്ള സകല ഫ്രൂട്ട്സും അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ നിന്ന മനുഷ്യൻ ഈ തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ, അത് ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞിരുന്നു, ഭക്ഷിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവൻ ഭക്ഷിച്ചു, അവൻ മരിച്ചു. അവൻ മരിച്ചപ്പോൾ തന്നെ അവൻ ശരീരത്തിൽ ജീവിച്ചിരുന്നു. ഇന്നും ഭൂമിയിൽ രക്ഷിക്കപ്പെടാത്ത ഈ ആത്മമനുഷ്യൻ അന്ന് മരിച്ചിട്ട് ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് ഭൂമിയിലേക്കിട്ടാക്കിയപ്പോൾ അവൻ്റെ ആ മനുഷ്യൻ മരിച്ചു കിടന്ന സ്ഥലത്ത് പിശാച് അധിവസിച്ചിട്ട് അവൻ പിശാചിൻ്റെ ഇഷ്ടത്തിനും അതിൻ്റെ കൂലിയായ മരണത്തിലും ചെന്ന് പാതാള തടവറയിലായിപ്പോയി. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് കാൽവരി യാഗത്തിൽ മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലേക്ക് പോയി വിശുദ്ധന്മാരോട് സുവിശേഷം അറിയിച്ച ശേഷം അവൻ വന്ന കൂട്ടത്തിൽ അനേക വിശുദ്ധർ ഉയർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. തന്നെയുമല്ല, പാതാള പർദീസ തന്നെ മുകളിലേക്ക് ഉയർത്തി. എന്നാൽ ഇനി യേശു നമുക്ക് വേണ്ടി ഈ പദ്ധതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇനി ഈ പദ്ധതിയുടെ, യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ കീഴിൽ വരാതെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരുത്തൻ മരിച്ചു പോയാൽ അവനെ വിടുവിക്കാൻ ഇനി പാതാളത്തിലേക്ക് പോകുന്ന ഒരു വിഷയമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ചത്തവനെ സംസ്കരിക്കട്ടെന്ന്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി മരിച്ചാൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ കർത്താവ് അന്നും ഇന്നും എന്നും വചനത്തിൻ്റെ വ്യവസ്ഥ പറയുന്നത് ചത്തവനെ അടക്കട്ടെ എന്നാണ്.
അതുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസനായി, നല്ല വചനത്തിനായി, നല്ല സാഹചര്യങ്ങൾക്കായി സ്തോത്രം. ചത്തവൻ ചത്തവനെ അടക്കട്ടെ എന്ന ദൈവത്തിൻ്റെ വചനഭാഗത്തെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം പതിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ മരിച്ച എന്നാൽ ശരീരത്തിൽ ജീവിക്കുന്ന വ്യക്തി വീണ്ടും മരിക്കുമ്പോൾ അവനെ ചത്തവനായിട്ടും അവനെ എടുത്തുകൊണ്ട് പോകുന്ന ആ സൈസ് ആളുകളെയും ചത്തവനായിട്ടും ദൈവം കാണുന്നെങ്കിൽ, കർത്താവേ, ഞങ്ങൾ വീണ്ടും ജനിച്ച് അത് ശക്തി പ്രാപിച്ച് നിത്യതയോളം ദൈവത്തോടൊപ്പം കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ, ആത്മാവിനെ തുറക്കണമേ. കർത്താവെ, അനേകർ വിടുവിക്കപ്പെടുവാൻ ദൈവം ഇതിടയാക്കണമേ, കൃപയാൽ നടത്തണമേ. ഉള്ളങ്ങൾ തുറക്കുന്ന ദൈവമേ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം വചനത്തെ ഉറപ്പിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.